ലിസൺ, ഇതാണ് നിങ്ങളുടെ ടൈം. ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു ഫേസ് നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. നിങ്ങളുടെ വഴി വളരെ ക്ലിയർ ആണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പുഷ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു എക്സാം നിങ്ങളുടെ ലൈഫിലെ ഒരു പൊൻതൂവലാക്കി മാറ്റാം, നിങ്ങളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാക്കി മാറ്റാം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ക്യൂസസ്, മടി, ഡിസ്ട്രാക്ഷൻസ് ഇതൊക്കെ നിങ്ങളുടെ കഴിവിനെയും പൊട്ടൻഷ്യലിനും ഒക്കെ നശിപ്പിക്കുന്നത് നോക്കിയിരിക്കാം. എന്താണെങ്കിലും വേഗം തീരുമാനിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് സമയമില്ല. നിങ്ങളിപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങൾക്കൊരിക്കലും തിരിച്ച് കിട്ടാത്തതാണ്. നാളെ തൊട്ട് പഠിക്കാം, ഞാനിപ്പോൾ ഭയങ്കര ടയേർഡാണ്, ഒരു എക്സാം അല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ശരിക്കും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ ഡിസിഷൻസ് ഒന്നും നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ശരിക്കും അത് തീരുമാനിക്കുന്നുണ്ട്. സക്സസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യുന്നതല്ല, അത് ദിവസേന ബിൽഡ് ചെയ്യുന്നതാണ്. നിങ്ങളൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് ആഗ്രഹത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, റിയൽ ആവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഭയങ്കര ടയേർഡാണ്, പഠിക്കാൻ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ. ബട്ട് സക്സസ്സിന് അതൊന്നും അറിയേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആരും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. ലൈഫ് ഡസൻറ്റ് റിവാർഡ് വിഷസ്, ഇറ്റ് റിവാർഡ്സ് എഫേർട്ട്. കഷ്ടപ്പെടുന്നവനെ വിജയം ഉണ്ടാവുള്ളൂ. പണിയെടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവനെ എന്തെങ്കിലുമൊക്കെ ആയി തീരുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടോപ്പേഴ്സൊക്കെ ഡെയിലി ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടാണ് എഴുന്നേൽക്കാറ് എന്ന്? നോ. പക്ഷെ അവർ പഠിക്കാനുള്ളത് ഡെയിലി പഠിച്ചിരിക്കും. എക്സ്ക്യൂസസ് പറയില്ല. കാരണം എന്താണെന്നറിയോ? അവർക്കറിയാം മോട്ടിവേഷൻ അല്ല സക്സസ് തീരുമാനിക്കുന്നത്, അത് നമ്മളുടെ ഡിസിപ്ലിൻ ആണ് എന്ന്. ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഡെയിലി പഠിക്കാനിരിക്കുക, പഠിക്കുക ഫോക്കസ്ഡ് ആയിട്ട്. ഇനി പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും അതാണ് ഡിസിപ്ലിൻ. ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയുണ്ടാവും? എങ്ങനത്തെ ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്? അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണോ? സ്വയം പ്രൗഡ് ആവണോ? നിങ്ങൾക്ക് ഈ ഒരു സമയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയണോ, ഞാൻ ആ ടൈമിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ റിവാർഡ്സ് ഒക്കെ കിട്ടുന്നത്? ഇങ്ങനെ പറയണം എന്നാണോ ആഗ്രഹം? അതോ അപ്പോൾ നിങ്ങളുടെ ലൈഫ് മുഴുവൻ റിഗ്രറ്റ് ആണോ? അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കണോ? യു ഡിസൈൻ. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാം, ഹാർഡ് വർക്കിനേക്കാളും ബുദ്ധിമുട്ട് റിഗ്രറ്റ് ആണ്. ഡിസിപ്ലിൻ മൂലം ഉണ്ടാവുന്ന പെയിൻ ടെമ്പററി ആണ്. പക്ഷേ റിഗ്രറ്റ് കാരണം ഉണ്ടാവുന്ന പെയിൻ ഉണ്ടല്ലോ, അത് നിങ്ങളെ എന്നെന്നും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന ആരും വളരെ ഈസി ആയിട്ട് അവിടെ എത്തിയതായിരിക്കില്ല. ബുദ്ധിമുട്ട് നിറഞ്ഞ വഴികളിലൂടെ ഫൈറ്റ് ചെയ്ത് വന്നവർ തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ എൻജോയ് ചെയ്ത് കറങ്ങി നടന്നപ്പോൾ സ്വയം ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചവരെ വലിയ സക്സസ് നേടിയിട്ടുള്ളൂ. ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് പോലും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് എഫേർട്ട് എടുത്തവരാണ്. ആൻഡ് അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് സ്വയം പറയുന്ന ഏറ്റവും വലിയ കള്ളമാണ് പിന്നെ ചെയ്യാമെന്നത്. പിന്നെ എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാപ്പാണ്. അവിടെയാണ് സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത്. കാരണം പിന്നെ എന്നത് നാളെ എന്നാവും, അടുത്ത ആഴ്ചയാവും. ആൻഡ് പിന്നെ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എക്സാം ഹാളിലായിരിക്കും. സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. പിന്നത്തേക്ക് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സമയമല്ല. നിങ്ങൾക്കുള്ള സമയം ഇപ്പോഴാണ്, റൈറ്റ് നൗ. ഈ മൊമെൻറ്റിലാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ, എക്സ്ക്യൂസസിനോട് നോ പറയാൻ, നിങ്ങളുടെ സ്വപ്നത്തോട് കമ്മിറ്റ് ആവാൻ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ലോക്ക് ഇൻ, ഫോക്കസ്, ഫോർഗെറ്റ് ദി ഡിസ്ട്രാക്ഷൻസ്. ഇത് ഇൻസ്റ്റാഗ്രാമിനുള്ള സമയമല്ല, ഡിസ്ട്രാക്ഷനുള്ള സമയമല്ല, പ്രോക്രാസ്റ്റിനേഷനുള്ള സമയമല്ല, മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സമയമല്ല. നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല, ആക്ഷനാണ് ആവശ്യം. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുന്നേറ്റ് പഠിക്കാൻ പോവുക, ബുക്ക് എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഒരു റീലും ഇല്ല, ഒരു ഷോർട്സും ഇല്ല, ഒരു വീഡിയോയും ഇല്ല, ജസ്റ്റ് സ്റ്റഡി. യു ആർ ബോൺ ഫോർ ഗ്രേറ്റ്നെസ്. നൗ ഗോ പ്രൂവ് ഇറ്റ്. സ്റ്റോപ്പ് തിങ്കിങ്, സ്റ്റാർട്ട് വർക്കിംഗ്. നോ എക്സ്ക്യൂസസ്, just results. Let's go.